ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അമൃതം പൊടി വെച്ചിട്ടുള്ളൊരു പൂരപ്പൊടി ഉണ്ടാക്കിയ റെസിപ്പി ആയിട്ടും പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുള്ള 2 ചെറിയ ജോലികളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കിടന്നിട്ടുള്ള ബെഡും ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിടും. അപ്പോൾ അത് നന്നായിട്ട് തന്നെ തട്ടി കൊട്ടിയിട്ടാണ് വിരിച്ചിടാറുള്ളത്. പിന്നെ അതുപോലെ തന്നെയാണ് മറ്റ് റൂമുകളിലൊക്കെ ഞാൻ അതുപോലെ തന്നെ വൃത്തിയാക്കി എടുക്കാറുണ്ട്. എനിക്കിങ്ങനെ ചെയ്യുന്നത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ അടിച്ചു വാരി എല്ലാം ഒന്ന് വൃത്തിയാക്കിയിടും. ഇനി ഇതിൽ അമൃതപ്പൊടി വെച്ചിട്ട് പൂരപ്പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ളത് ആദ്യം അമൃതപ്പൊടി, പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് പഞ്ചസാര, ഇത് കരിഞ്ജീരകം, പിന്നെ എടുത്തിട്ടുള്ളത് വെള്ള എള്ളാണ്. പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇനിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 കപ്പ് തേങ്ങയാണ്. അപ്പോൾ ഇനി ഇത് തയ്യാറാക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്കിതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. നിങ്ങളിൽ പലർക്കും ഞാൻ ഈ ചെയ്യുന്ന റെസിപ്പി അറിയാവുന്നതായിരിക്കും. എങ്കിലും ഞാൻ ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾക്കിത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം ഇങ്ങനെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം തേങ്ങ വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നമ്മൾ ഈ സെയിം പാത്രത്തിൽ തന്നെയാണ് ഇനി ബാക്കിയൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഇതിലേക്ക് 3 പാത്രം അമൃതപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് കരിഞ്ജീരകം, വെളുത്ത എള്ള്, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചെറിയ തീയിലിട്ട് വേണം വറുക്കാനായിട്ട്. പൊടി ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് തീ വളരെ കുറച്ചിരിക്കണം, അല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ സമയമൊന്നും വേണ്ട, ഇതിന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു പൂരപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് പൊടിച്ചതാണ്. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കഴിക്കാം. പഞ്ചസാര ചേർക്കാതെയും കഴിക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൂരപ്പൊടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.